പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞാണോ? നിങ്ങളൊന്ന് പറ. മനസ്സുകൊണ്ടല്ലല്ലോ പറഞ്ഞത്, നിവൃത്തികേടുകൊണ്ട് പറയാ അല്ലേ? ഗോവിന്ദ മാഷ സ്ഥിതി അതാണെങ്കിൽ ബാക്കിയുള്ള സഖാക്കളുടെ സ്ഥിതി എന്താ? ഇവരുടെ അടിമത്തത്തിന് കീഴ്പ്പെട്ട് നിൽക്കണം. പാർട്ടി സഖാക്കൾ മിണ്ടാൻ പാടില്ല. അതാണ് പാർട്ടി ലൈൻ. ഉന്നതരായ നേതാക്കന്മാർക്ക് എന്ത് അഴിമതി നടത്താം, എന്ത് സ്വജനപക്ഷവും വാദവും നടത്താം, ഒരാളും ചോദിക്കാൻ പാടില്ല. ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലൈന്? ബഹുമാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർക്ക് ഉത്തരം പറയണം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കാ കോൺഗ്രസ്സുകാരനായ PV അൻവർ വന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായ അവരുടെ സ്വജനപക്ഷപാതവും വർഗീയതയുമായി കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയപ്പോഴും നമുക്കത് നടക്കൂല എന്ന് പറഞ്ഞു വന്നോന അൻവർ. എനിക്ക് വിഷമമുണ്ടാവും, ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്തുനിന്ന് വന്നത്. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും. അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ. പാർട്ടി സഖാക്കള് എങ്ങോട്ട് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ട. പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട. പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട. പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ. അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം. അതല്ലേ എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും, അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു, ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നാൽ അവിടെ നീതി നടപ്പാണ്ടേ? അവിടെ നീതി നടപ്പാവുണ്ട്. അംഗീകരിച്ചു, നല്ല കാര്യം. അവിടെ മാർക്സിസ്റ്റുകാരനാണ് 2 കൊടുക്കുക. ഓട്ടോറിക്ഷ ഓടി വരണോ CITന്റെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് സാധാരണ ഫൈനാണ്, 1000. എത്ര സഖാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്? വേട്ടയാട കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഉടനീളം. എന്താ ഇവർക്ക് ആർക്കും കണ്ണ് നിറയുന്നില്ലേ? എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഇത് ഏറ്റെടുക്കാത്തത്? എന്താ ഏറ്റെടുക്കാത്തത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരോട് ഒരു കാര്യം വിശദമായി പറയാനുണ്ട്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നെ എന്തോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യം, കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ മാഷേ? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വിഷയം എന്താ സ്കറെ? പറ, അരുണ് പറയും. അല്ലെ, നിങ്ങളത് കഴിച്ച് എന്നോട് ചോദിച്ചോ? കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പൊതുസമൂഹം നേരിടുന്നത് അത് രണ്ടാമത്. അതിൽ വലിയ പ്രശ്നമുണ്ട്. അതൊന്നുമല്ല. ആരെങ്കിലും ഐക്യമുള്ളതുകൊണ്ട് വരുത്തുന്നുണ്ടെങ്കിൽ പറയും. കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. ഞാൻ പറയാം, സമയം കളയണ്ട. എന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമ്മൾ ഒരു ഇന്ത്യയിലെ ആധാർ സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പം ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പം തെളിയെന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കള്, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്. ഞാൻ എത്ര ദിവസം ഉണ്ടാകും, ഇന്ന് എവിടെ തട്ടും, എവിടെ ജയിലിലിടും, ഒന്നും പറയാൻ കഴിയില്ല. ഈ നിമിഷം വരെ കേരളത്തിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുക,
ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ. നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഈ വിഷയം ആത്മാർത്ഥമായി പ്രതിപക്ഷത്തിലെ ഏതെങ്കിലും UDF പോട്ടെ ഒരു കക്ഷി ഏറ്റെടുത്തോ? എന്താ ഏറ്റെടുക്കാത്തത്? ഇത്ര വലിയൊരു സംഗതി ഉണ്ടായിട്ട് പൂരം തൃശ്ശൂരും ആകെ കലക്കി ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മിണ്ടുന്നുണ്ടോ? എന്താ കാരണം ഇത് തന്നെ. ഇപ്പൊ തൃശ്ശൂർ ഉറപ്പല്ലേ BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നത് ഈ അജിത് കുമാറാണ്. അജിത് കുമാർ എന്താ വല്ല അസുഖമുണ്ടോ? അജിത് കുമാറിനോട് ആരെങ്കിലും കർശനമായി നിർദ്ദേശിച്ചിട്ടല്ലേ ഈ സീറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്? ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. നീ എന്തിനാ അതിൻ്റെ ഒരു അന്വേഷണം? വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2024 ജോക്കാണ്. അതുകൊണ്ട് ഇതൊന്നും ഇവരാരും ഏറ്റെടുക്കൂല. ലീഗ് സമുദായത്തിന് വേണ്ടി സംസാരിക്കുകയാണ്, ആയിക്കോട്ടെ. എന്താണ് സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്യണത്? എന്താ ചെയ്തിരിക്കുന്നത്? മഹാനായ CH ബാഫക്കിത്തങ്ങളും ഈ പറയുന്ന ഉമർ ബാഫക്കിത്തങ്ങളും അവസാനമായിട്ട് അതിലെ കണ്ണിയായിരുന്നു ബഹുമാന്യനായ ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. സത്യസന്ധമായി ആത്മാർത്ഥമായി ആ വിഷയങ്ങളിൽ ഈ പറയുന്ന തലമുറ ലീഗിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ പണി എന്താ? ഒരു വിഷയത്തിൽ ഇടപെടില്ലല്ലോ. കുഞ്ഞാടി സാഹിബ് ഇങ്ങനെ അല്ലേ, അപ്പുറത്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗും ഇല്ല. അന്വേഷിക്കണം, പിടിക്കണം. എന്താണ് ഈ പറഞ്ഞ നെക്സസ് എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? എന്താ കെ സുധാകരന്റെ അവസ്ഥ? എന്താ VD സതീശൻ എന്താ ഏറ്റെടുക്കാത്തത്? എല്ലാവർക്കും അത്യാവശ്യം അരയിലുണ്ട്, എടുത്താൽ പൊന്തൂല. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ ഒന്ന്, ജനങ്ങളോ വിഡ്ഢികള്. അപ്പൊ സഖാക്കളോ സഹിച്ചോളുക. മിണ്ടാൻ പറ്റൂല. എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത്? എങ്ങോട്ടേക്കാണ് ഈ സ്റ്റേറ്റിനെ കൊണ്ടുപോകുന്നത്? പൊതുപ്രവർത്തകർക്ക് ഒന്നിലും ഇടപെടാൻ പാടില്ല. പോലീസിന് മാത്രമല്ല, 8 കൊല്ലത്തെ LDF ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പൊതുപ്രവർത്തകർക്ക് ഒരു പൊതുവിഷയങ്ങളിലും ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂച്ചുവില കിട്ടൂ. ഉദ്യോഗസ്ഥ മേധാവിത്വം, ഉദ്യോഗസ്ഥ പ്രമാണിത്വം, അത് ഈ ഗവൺമെന്റിന്റെ 8 കൊല്ലത്തെ സംഭാവനയാ. ഞാൻ ഇവിടെയല്ല, പല ഘട്ടങ്ങളിൽ പാർട്ടിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തേ പുറത്ത് പറയുന്നല്ല ചോദ്യം. സഖാക്കള് വളരെ ദേഷ്യപ്പെട്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇത് പാർട്ടിയിൽ പറയേണ്ട കാര്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, ഞാൻ ആ AKG സെന്ററിൽ കൊടുത്ത കാര്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കുക. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒന്ന് പറയട്ടെ. പറയില്ല, നീ കിട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു ബൈൻഡ് ചെയ്യാ, മനസ്സിലായോ? ഒരു ബൈൻഡ്. നിങ്ങൾ സ്പീക്കർ ഓഫീസിൽ ഒന്ന് അന്വേഷിക്കണം. ഏറ്റവും കൂടുതൽ ലെറ്റർ പാഡ് നിങ്ങൾക്ക് അടിക്കലെന്ന് പറയും. കാരണം നമ്മൾ എല്ലാ കാര്യത്തിനും ഇതിൽ നിന്നല്ല, നാടുമായി ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ എല്ലാ വിഷയത്തും ഡോക്യുമെന്റഡാ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട പ്രിയ സഖാക്കളെ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ എന്ത് ചെയ്യും? ഞാനിതിൽ പങ്കാളിയാണോ? അതല്ലെങ്കിൽ ഈ മാറ്റി തന്ന SP മാരെയും കാല് പിടിച്ച 25 കൊല്ലം കൂടെ നിൽക്കുന്ന DGPന്റെ ഒക്കെ കൂടെ പോയിക്കൂടെ എനിക്ക്? ഇപ്പൊ ഞാൻ കേസിൽ പ്രതിയാൻ പോവാണ്. വല്ല കാര്യമുണ്ടോ? ഈ പറയുന്ന പോലെ ഈ UDFന്റെ നേതാക്കന്മാരെ പോലെ ഇങ്ങനെ നിന്നാ പോരെ? കുറച്ചും കൂടി വിടർന്നു നിൽക്കായിരുന്നു ഈ പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട്. ഞാൻ ഈ സമൂഹത്തിനോട് വഞ്ചന ചെയ്യാൻ തയ്യാറല്ല. ഇവിടുത്തെ ഈ രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, ഈ കൂടി നിൽക്കുന്ന ഈ സംസ്കാരം, ഇനി അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാലോ, ഒരു സാമുദായിക നേതാവ് അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഏത് ജെഫ്രി തങ്ങളായാലും, ഏത് AP ഉസ്താദ് ആയാലും, ഏത് ബിഷപ്പായാലും ഒരു കാര്യമില്ല, ചവിട്ടി അങ്ങ് തേപ്പിക്കും. അതിനൊരു ടീം ഇവരൊക്കെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മൂല്യന്മാരും മിണ്ടൂല, പള്ളിലച്ചന്മാരും മിണ്ടൂല, ഈ പറഞ്ഞ സ്വാമിമാരും മിണ്ടൂല. മിണ്ടാൻ പറ്റൂല. പറ്റിയ പരിപാടി തീർക്കും. ആരാ തീർക്കുന്നത്? ഇവരെല്ലാം കൂടെ ഈ നെക്സസ് ഒന്നാണ് ആ കാര്യത്തില്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് എന്താ പറയാ രീതി, ഈ രീതിയിൽ ഇനിയും അത് സഹിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല, എൻ്റെ വീട്ടിലെ കാര്യത്തിലാണെങ്കിൽ എത്രയോ ഘട്ടങ്ങൾ കഴിഞ്ഞു എനിക്ക് അനുകൂലമാക്കാനുണ്ടായിരുന്നേ. ഞാനൊരു കാലിച്ചായ ഈ വിഷയത്തിൽ കുടിച്ചിട്ടില്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ അറിയോ, ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ, എന്താ സംഭവിക്കുക എന്നുള്ളത് ഒന്ന് പോയി പരിശോധിക്കണം. ഉണ്ടായ സ്ഥലങ്ങളിൽ നാട് കുട്ടിച്ചോറാവും. കൊന്നവന് മാത്രമല്ല, കൊല്ലപ്പെട്ടവനും കൊല്ലാൻ പോയവനും ആർക്കും മനസ്സമാധാനം ഒരു നാട്ടിൽ നഷ്ടപ്പെടും. ഇപ്പൊ ആകെ നമുക്കുള്ള എന്താ? മനസ്സമാധാനം. നിങ്ങളിപ്പോ 10 മണിക്ക് വീട്ടിലെത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെ ഭാര്യമാരെ അമ്മയും അങ്ങ് ബാക്കപ്പെടില്ല, 10:30 വരെ നോക്കും. 10:45 കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കും. പിന്നെയും കിട്ടിയില്ലെങ്കിൽ 11 മണി വരെ നോക്കും.
11 മണി കഴിഞ്ഞിട്ട് അവർക്ക് ടെൻഷൻ തുടങ്ങുള്ളൂ. 4 മണിക്ക് സ്കൂളിട്ട് വരുന്ന കുട്ടികളെ കാത്തിക്കുന്ന അമ്മമാരെ കാണാം നമുക്ക് വഴിയരികിൽ. അവർക്ക് ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടോ? 4 മണി കഴിഞ്ഞു, 4:15, 4:30 ആകുമ്പോഴൊന്ന് വിളിച്ചു വെക്കുക. ഒന്ന് നാട്ടിൽ വർഗീയ കലാപം ഉണ്ടായി നോക്കട്ടെ. 1 മിനിറ്റ് തെറ്റിയാൽ ആളി കത്തും തീയിൽ. എന്താണ് ബോംബെറിഞ്ഞോ, ഭർത്താവ് കൊല്ലപ്പെട്ടോ, ആക്രമിക്കപ്പെട്ടോ, ഇതെല്ലാം ആലോചിക്കുക. ഇതാണ് വർഗീയത. വലിയ സുഖല സംഗതിയല്ല. അതിലേക്കാണ് ഈ സംഗതിയെ കൊണ്ടുപോകുന്നത്. അത് തടുക്കാൻ എന്തെങ്കിലും കഴിയോ എന്നതിന്റെ പരിശ്രമമാണ്. അതാണ് പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഞാനുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ചർച്ച നടക്കുന്ന വിഷയങ്ങളാണ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ഉയർത്തിയ വിഷയം എന്താണ്? ഈ സന്ദീപാനന്ദഗിരി വിഷയം.